മരണം സംഭവിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മൃതദേഹത്തിന് ഇരിക്കാൻ കഴിയുമോ? പുറത്ത് ഒരു തുണയുമില്ലാതെ ചാരിയിരിക്കാതെ അങ്ങനെ ഒരു മൃതദേഹം ഇരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കുടുംബം ഇന്നലെ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് സമാധിയാകുന്ന സമയത്ത് മറ്റൊന്നിലും ചാരിയിരിക്കാതെ യോഗാവസ്ഥയിൽ തന്നെ സമാധിയായി എന്നുള്ളതാണ്. പക്ഷേ ശാസ്ത്രീയമായി അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതിനുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എങ്ങനെയാണ് ഗോപൻ സ്വാമി ആരോഗ്യനില മോശമായി വീട്ടിനുള്ളിൽ തന്നെ കിടപ്പിലായിരുന്ന ഈ ഗോപൻ എങ്ങനെയാണ് ഈ സമാധി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം. 2 BP-ക്കും ഷുഗറിനുമുള്ള മരുന്നും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് മരണത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം. 3 മറ്റാരെയും അറിയിക്കാതെ ഏകദേശം 12-16 മണിക്കൂർ മൃതദേഹവുമായി കുടുംബാംഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പോസ്റ്റർ അടിക്കുമ്പോൾ മാത്രമാണ് നാട്ടുകാർ അറിഞ്ഞത് എന്നുള്ളതും അതിലെ രഹസ്യാത്മകതയും സംശയത്തിനുണ്ടാക്കുന്നു. അതിന് കുടുംബത്തിനൊരു ന്യായമുള്ളത് അവരുടെ വിശ്വാസപരമായി സമാധി മറ്റാരും കാണാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ആ വാദങ്ങളൊന്നും കോടതിയുടെ മുന്നിൽ നിന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് സ്വാഭാവിക മരണത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനിപ്പോൾ കുടുംബം സഹകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.